ഓരോ വർഷവും നമ്മുടെ അയ്യപ്പൻ വിളക്ക് കഴിയുമ്പോൾ നമുക്ക് സങ്കടമാണ് കേട്ടോ, അയ്യോ കഴിഞ്ഞു പോയില്ലോ എന്നുള്ളത്. അപ്പോൾ ഈ വർഷം ഇതാ നമ്മുടെ അയ്യപ്പൻ വിളക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും നമ്മുടെ നാട്ടിൽ മൊത്തം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ അതിൻ്റെ അത്ര സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അക്രൂവിൻ്റെ പ്രായം തൊട്ട് എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. പുതിയ പട്ടുപാവാട, പുതിയ താലക്കിണ്ണം, സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്പലത്തിൽ മൊത്തം ചാണകം മെഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്, അമ്പലത്തിലെ പാട്ട്, പുതിയ വള, മാല, അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഒരുക്കി തരണത്, കൂട്ടുകാരികൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, എല്ലാം നമുക്ക് ഇന്നും മനസ്സിൽ മായാത്ത ഓർമ്മകളാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ 90 കിഡ്സിലൊക്കെ പെട്ടിട്ടില്ലായിരുന്നു വെച്ചെങ്കിൽ ഇതൊക്കെ എത്ര നമുക്ക് മിസ് ചെയ്തേനേന്ന്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായാലും ഞാൻ ഇപ്പോഴും താലം പിടിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിപ്പോഴും പഴയ ആ കുട്ടിക്കാലത്തിലേക്ക് പോവാറുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് ഭയങ്കര സന്തോഷത്തോടെ പറയണത് കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ മക്കൾക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ വിളക്കായി കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ എന്നെക്കാട്ടിലും അധികം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻജോയ് ചെയ്യണത് അവരാണ്. ഒട്ടും ക്ഷമയില്ലാത്ത എൻ്റെ മക്കൾ ഈ ദിവസം ക്ഷമയോടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ കർപ്പൂര ദീപം തെളിയിക്കൽ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നെഞ്ചിലൊരു ആളൽ വന്നിട്ട് കണ്ണം നിറയുന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പം നമ്മൾ സന്തോഷിച്ചതും നമ്മൾ ആസ്വദിച്ചതും അവരും കൂടി അറിയണം എന്നൊരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ വിളക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പൊരി മുറുക്കൊക്കെ വാങ്ങി പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.